കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ നമുക്ക് സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ, ഒരു സാക്ഷ്യം കൂടി കേൾക്കുവാൻ കർത്താവ് അവസരം ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മുടെ നടുവിലേക്ക് കർത്തദാസിദാസന്മാർ സാക്ഷ്യങ്ങളുമായി കടന്നു വരുന്നുണ്ട്. ഒന്നിനുമേൽ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ്. ഞാൻ ചിന്തിക്കും, ഓരോ ദിവസവും നൽകുന്ന സാക്ഷ്യങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവയാണ്. ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും വിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന നിലയിൽ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം നമ്മയും സുവിശേഷീകരണത്തിനും സുവിശേഷ വേലയ്ക്കും ഒക്കെ കൊണ്ടുവരുന്ന നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ്, ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ നടുവിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ വിജയകുമാർ തൊടുപുഴ നമ്മോടൊത്ത് സാക്ഷിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് നമ്മളുടെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ കർത്തദാസിനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പാസ്റ്റർ തൊടുപുഴയിൽ നിന്നാണല്ലോ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെ 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 അതെ. പാസ്റ്റർ അവിടെ ഇപ്പോൾ ഏത് ലെവലിൽ വേലയിലായിരിക്കുന്നു? ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ ഓക്കെ. എന്റെ പേര് വിജയകുമാർ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് താമസിക്കുന്നത്. തൊടുപുഴയിലാണ് സഭയുടെ പ്രവർത്തനം ഉള്ളത്. എനിക്ക് വൈഫും 2 മക്കളും ഉണ്ട്. മൂത്ത മോള് PG കഴിഞ്ഞു, രണ്ടാമത്തെ മകൻ ഡിഗ്രി കഴിഞ്ഞു. ഞങ്ങൾ തൊടുപുഴ ടൗണിനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ ചർച്ച ഉള്ളത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കും. തീർച്ചയായിട്ടും കർത്താവിന്റെ വയലിൽ അധ്വാനിപ്പാൻ ഇതുവരെയും കർത്തദാസിനെ ദൈവം ഇടയാക്കി. കർത്താവിന്റെ ദാസന് അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമുണ്ട്. അപ്പോൾ തന്നെ നല്ല ബാല്യകാല സ്മരണകളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്തദാസന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെയും ഓർത്തെടുത്തുകൊണ്ട് അതിനെ ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെ ആക്കി അത് മറ്റുള്ളവർക്ക് പ്രയോജനം വരുമാറ് ഇന്ന് പകൽക്കാലം സ്വീകരിപ്പാൻ തയ്യാറായിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിന് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് വളരെ വിനയത്തോടും വളരെ ആദരവോടും കൂടി കർത്തദാസനെ ഞങ്ങൾ വചനദീപ്തി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ തുടർന്നാട്ടെ സാക്ഷ്യത്തിനായിട്ട്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ നല്ല ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ദേശത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ ഒക്കെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു. പ്രത്യേകാൽ വചനദീപ്തി എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസി പ്രിയ ബീന തോമസ് ആൻറ്റി, മറ്റ് പ്രിയപ്പെട്ടവർ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ വന്ദനം ചൊല്ലുകയാണ്. കർത്താവ് ഈ പകലിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ സർവകൃപാലുവായ ദൈവം ഇങ്ങനെ ഒരു അവസരം അടിയനും ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല് പ്രിയ സുനിത സിസ്റ്റർ മുഖാന്തരമാണ് ഈ കൂട്ടായ്മയിലും എനിക്ക് ആയിരിക്കാൻ കർത്താവ് കൃപ തന്നത്. ആ സഹോദരി ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും കർത്താവ് ഇന്നു പകൽ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായൊരു നല്ല ദിവസം ദൈവവചനത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. നമുക്കൊരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് അനേകർക്ക്, ഈ ആത്മീക ശുശ്രൂഷ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നു എന്നത് ഓർക്കുമ്പോഴും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും എന്നത്. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ ജീവിതാനുഭവങ്ങൾ, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ജീവിതാനുഭവങ്ങൾ, അനേകർ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ജീവിതാനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉണ്ടായ ആ രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ, അതൊക്കെ അനേകർക്ക് അനുഗ്രഹമായി തീരും എന്ന് തീർച്ചയായിട്ടും ഞാനും വിശ്വസിക്കുന്നു. അപ്രകാരം എനിക്കും ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഞാനൊരു ഹൈന്ദവ മത പശ്ചാത്തലത്തിൽ ഒരു കാലത്ത് ജനിച്ച് ജീവിച്ച് വളർത്തപ്പെട്ടയാളാണ്. യാഥാസ്ഥിതികമായ ഒരു ഹൈന്ദവ മത പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു നായർ പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബത്തില്, ഒരു തറവാട്ട് വീട്ടിൽ 30-ലധികം പേര് കൂട്ടുകുടുംബമായി താമസിക്കുന്ന അറയും നിരയും ഒക്കെ കൊണ്ട്, അതായത് തടി കൊണ്ട് പണിത ഒരു തറവാട്ടു വീട്ടിലായിരുന്നു എന്റെ ജനനം. 1971 അപ്രകാരം ഞാൻ ജനിച്ചു. അത് കഴിഞ്ഞ് എന്റെ വിദ്യാഭ്യാസം, അത് സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ
എന്റെ വീടിനോട് അടുത്തുള്ള കുടുംബക്ഷേത്രത്തിലെ കാര്യാദികളൊക്കെ നോക്കി ആ ക്ഷേത്രത്തിലെ അടുത്ത ഒരു അവകാശി എന്നുള്ള നിലവാരത്തില് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി മുൻപോട്ട് പോയ ഒരാളാണ് ഞാൻ. നല്ലൊരു തികഞ്ഞ ഒരു മതഭക്തനായി തന്നെയായിരുന്നു എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അങ്ങനെ 1999 ഫെബ്രുവരി മാസം 22-ാം തീയതി ഞാൻ വിവാഹിതനായി. തൊടുപുഴയില് ആണ് എന്റെ വൈഫിന്റെ വീട്. അങ്ങനെ ഞങ്ങള് ഇവിടെ അങ്ങ് സെറ്റിലായി. 2000 മെയ് 9-ന് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. 2000 മെയ് 9-ന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ സമയം മുതലാണ് എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആരംഭിക്കുന്നത്. ആ ജനിക്കുന്ന ആ സമയത്ത് വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലൂടെയാണ് എന്റെ വൈഫ് കടന്നുപോയത്. ഒരു ഓപ്പറേഷനിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. വൈഫ് അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല, കുഞ്ഞ് മരിച്ചു പോകും. എന്റെ വൈഫിന് കുഴപ്പമില്ല, ഞങ്ങൾ മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരാനില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. കാരണം ഞങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞ് എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞ സമയം മുതൽ എന്റെ ഉള്ളിൽ ഒരു വലിയൊരു ആഗ്രഹമാണ്, ആദ്യമായിട്ടൊരു പെൺകുഞ്ഞിനെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ അന്ന് സ്കൂളിലെ യൂണിഫോമും കുഞ്ഞു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഇങ്ങനെ മുടിയൊക്കെ പിന്നി ഇങ്ങനെ പോകുന്നത് ഞാൻ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്കൊരു ആണും പെണ്ണും വേണമെങ്കിൽ ആദ്യം ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയതായിരുന്നു ഈ കുഞ്ഞ്. പക്ഷേ അത് മരിച്ചു പോകും, എന്റെ കുഞ്ഞ് മരിച്ചു പോകും എന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞിനെ ഇപ്പോൾ ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളൊന്നും ഈ ഹോസ്പിറ്റലിൽ ഇല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിലോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ മേടിച്ച് ഞാനും എന്റെ വൈഫിന്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചു. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്നൊരു സംശയം തോന്നി. കാരണം ഇവിടുന്ന് 58 കിലോമീറ്ററോളം പോകണം. അപ്പൊ വഴിക്ക് വെച്ച് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ജീവഹാനി സംഭവിച്ചാലോ എന്ന് കരുതി തൊട്ട് അടുത്ത് മറ്റൊരാൾ പരിചയപ്പെടുത്തി ഒരു നല്ലൊരു ഹോസ്പിറ്റലില് കൊണ്ടുപോയി അവര് കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം, അങ്ങനെ ഏകദേശം 9 ദിവസത്തോളം എന്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു. മാത്രമല്ല ആ 9 ദിവസവും ഞാൻ വീട്ടിൽ പോലും പോകാതെ ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ ജീവനോടെ കിട്ടാതെ ഞാൻ വരികയില്ല, വീട്ടിലോട്ട് വരുന്നില്ല, ജീവനോടെ എന്റെ കുഞ്ഞിനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 9 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു. 9ാമത്തെ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു, ഒരല്പം മാറ്റം കുഞ്ഞിന് കാണുന്നുണ്ട്, അല്പം വ്യത്യാസം വരുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. കാരണം ആ സമയത്തൊക്കെ ബില്ലൊക്കെ അടയ്ക്കാൻ പേ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഡോക്ടർമാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ എന്തായാലും മനസ്സില്ല മനസ്സോടെ കുഞ്ഞിനെ മേടിച്ച് ഒരു 3-4 ടർക്കിയൊക്കെ മേടിച്ച് കുഞ്ഞിനെ പൊതിഞ്ഞു. കാരണം ചെറിയൊരു കാറ്റടിച്ചാൽ, തണുപ്പടിച്ചാൽ കുഞ്ഞ് ഭയങ്കരമായൊരു അസ്വസ്ഥമാകും, ശ്വാസം മുട്ടലിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു അവസ്ഥയാണ് കുഞ്ഞിനുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഏകദേശം 7 വർഷത്തോളം എന്റെ കുഞ്ഞിനെ മാറി മാറി ചികിത്സിച്ചു. ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ആരൊക്കെ എവിടെ പരിചയപ്പെടുത്തിയാൽ അങ്ങനെയൊക്കെ പോകും. ആ സമയത്ത് ഞാൻ തൊടുപുഴയില് ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏജൻസി പോലുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ അത്യാവശ്യം നല്ല ലാഭമൊക്കെ കിട്ടി അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയമാണ്. പക്ഷേ ഈ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ എല്ലാം കയറി ഇറങ്ങിയ സമയത്ത് എനിക്കതിന് നേരാമണ്ണം ശ്രദ്ധിക്കാൻ പറ്റാതെ അതാകപ്പാടെ തകർന്ന് വല്ലാത്തൊരവസ്ഥയിലായി. പല പ്രാവശ്യം അത് അടച്ചിടേണ്ടി വന്നു, തുറക്കാൻ പറ്റാത്ത സാഹചര്യമായി. കാരണം അതിനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലായി. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, വാടകയ്ക്കാണ് ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വാടക വീടിന്റെ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതിയിൽ ഞാൻ എത്തി. അപ്പൊ കടയുടെ വാടക 4 മാസം പെൻഡിങ്ങിലായി, വീടിന്റെ വാടക 4 മാസം പെൻഡിങ്ങിലായി. അങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഈ സമയത്തും ഞാൻ രക്ഷ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഏത് മതത്തിലുള്ള ആൾക്കാര് ഏത് മാർഗം പരിചയപ്പെടുത്തിയാലും ഞാൻ അവിടെ എല്ലാം പോകും. പ്രത്യേകിച്ച് ക്രൈസ്തവ മതത്തിലുള്ള പള്ളികളിലും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലുള്ള അവരുടെ ജ്യോതിഷന്മാരുണ്ട്, അവിടെയൊക്കെ പോകും. തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി, വെട്ടുകാട് പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പള്ളികളിലും ഞങ്ങൾ പോയി, കുടുംബമായിട്ട് പോയി. അത് പൈസയൊക്കെ കടം മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ, ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വന്നേ പറ്റത്തുള്ളൂ. ആര് രക്ഷിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ പോകാൻ പറ്റുന്നിടത്തെല്ലാം ഞങ്ങൾ പോയി. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലത്തു നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച ആ സന്തോഷമോ സമാധാനമോ രക്ഷയോ ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഞാൻ
നിങ്ങളോട് പറയട്ടെ, ഞാൻ ഏകദേശം 15 പ്രാവശ്യത്തോളം ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുള്ള ഒരാളാണ്. 15 പ്രാവശ്യം. അപ്പോൾ പോകാൻ പറ്റുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഞാൻ പോയി. പക്ഷേ ഒരു സ്ഥലത്തു നിന്നും എനിക്ക് സമാധാനമോ സന്തോഷമോ ലഭിച്ചില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും എന്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ തകർന്ന ഒരവസ്ഥയിലായി. ഞാൻ താടിമുടിയൊക്കെ നീട്ടി വളർത്തി. കാരണം എന്റെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു. കാരണം എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ ഡിഗ്രിയൊക്കെ പാസ്സായ ഒരാളാണ്. എന്റെ ധാരണ എനിക്ക് സർക്കാർ ജോലിക്ക് കിട്ടും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ലഭിച്ചില്ല. എല്ലാം തകർന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വീട്ടിലുണ്ടായി. അതാണ് അതിന്റെ സത്യം. എന്റെ വൈഫിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു, ആര് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാലും കഴിച്ചോന്ന് പറഞ്ഞോണം. കഴിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ കഴിച്ചോന്ന് പറഞ്ഞോണം എന്ന് മാത്രമല്ല, എന്റെ വൈഫിന് പ്രത്യേകം ചട്ടം കെട്ടിയിട്ട് പറഞ്ഞു, അയൽവക്കത്ത് പോയിട്ട് അരി മേടിക്കാനോ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനോ ഒന്നും പോകരുത്, അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യനോടും ഇത് തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അന്നത്തെ അഭിമാനം അത് അനുവദിച്ചില്ല. എങ്കിൽ അങ്ങനെ മുൻപോട്ട് പോയി. ഒരു ദിവസം, അതായത് 2007 ഫെബ്രുവരി മാസം 1-ാം തീയതി രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അതെ 2-3 ദിവസമായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യ്, ഇന്ന് വരുമ്പോ 1 കിലോ അരിയെങ്കിലും മേടിച്ചോണ്ട് വാ, ഇച്ചിരി കഞ്ഞി വെച്ച് നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞു. പ്രിയരെ, 2-3 ദിവസമായിട്ട് വീടിന്റെ മുറ്റത്ത് നിന്ന പേരയ്ക്ക പറിച്ച് ഇടിച്ചു പിഴിഞ്ഞ് എന്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. 2-3 ദിവസം അതാ സംഭവിച്ചത്. കാരണം ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ആരോടും പറയണ്ട, ബന്ധുക്കളോടോ സ്വന്തക്കാരോടോ ആരോടൊന്നും പറയണ്ട, നമുക്കിതിങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. പ്രിയരെ, അങ്ങനെ കഴിഞ്ഞതാണ്. അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു, ഇന്ന് വരുമ്പോ എങ്ങനെയും 1 കിലോ അരിയെങ്കിലും മേടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നോക്കട്ടെ, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഒരു 5 രൂപ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇറങ്ങി ഞാന് തൊടുപുഴയിൽ ചെന്നിട്ട് ആദ്യം ഒരു വായനശാലയിൽ പോയി കുറെ സമയം ഇരുന്നു, പത്രമൊക്കെ വായിച്ച്. അത് കഴിഞ്ഞൊരു ഗ്രോട്ടയിൽ പോയി കുറെ സമയം ഇരുന്നു. ഒരു ഉച്ച സമയമായപ്പോ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ പലചരക്കൊക്കെ വാങ്ങുന്ന അരിയൊക്കെ വാങ്ങുന്ന ഒരു കടയുണ്ട്, മാർക്കറ്റിലാണ്, തൊടുപുഴ മാർക്കറ്റില്. ആദ്യത്തെ കടയിൽ ചെന്നിട്ട് ഞാൻ അന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് 1 കിലോ അരി തരണം, എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ തന്നോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച മറുപടി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, സഹോദര, ഇതുപോലെ പലരും വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്, പക്ഷെ അവര് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ കട കൊടുക്കുന്ന പരിപാടി നിർത്തി എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ഒന്നും പറയാൻ പോയില്ല, പിന്നീട് അപേക്ഷിക്കാനൊന്നും പോയില്ല. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തുകൊണ്ടാ കർത്താവ് ഇങ്ങനെ, ദൈവമേ ഇങ്ങനെ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. അത് കഴിഞ്ഞ് 2-ാമത്തെ കടയിൽ ചെന്ന് 3-ാമത്തെ കടയിൽ ചെന്നിട്ടും ഇതായിരുന്നു അവസ്ഥ. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ കടയിൽ ചെന്നിട്ട് ഞാൻ, ഒരു മുസ്ലിം സഹോദരന്റെ കടയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 1/2 കിലോ അരി തരാവോ, ഞാന് നാളെ വരുമ്പോ പൈസ തന്നോളാം, ബുദ്ധിമുട്ടായോണ്ട എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഒന്ന് എന്നെ നോക്കിയിട്ട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്, അവിടെ തൊട്ടടുത്ത് ബാറുകളുണ്ട്, അപ്പം ആ ഒരു ബാറിന്റെ പേര് പറഞ്ഞു, എന്റെ പേര് വൈശാലി എന്നാണ്, വൈശാലി എന്ന് ഇറങ്ങി വന്നതാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ധാരണ, എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അത് ഞാൻ മദ്യപാനത്തിന് വേണ്ടി ചെലവഴിച്ചു, എന്നിട്ട് ഇതുപോലെ പലരും വരാറുണ്ടല്ലോ, അപ്പൊ അങ്ങനെ വന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇങ്ങ് ഇറങ്ങിപ്പോന്നു. എനിക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായ എൻ്റെ ഉള്ളില് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. സ്വന്തമായി ഒരു കാലത്ത് പാടവും പത്തായപ്പുരയും ഒക്കെ ഉണ്ടായിരുന്ന, അങ്ങനെ ജീവിച്ചിരുന്ന ഞാന് നോക്കി, ഒരു 1/2 കിലോ അരി വാങ്ങുന്നതിന് വേണ്ടി ഭിക്ഷ യാചിക്കുന്നത് പോലെ ചോദിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയില്ല. നോക്കി, ഒരു ഭിക്ഷയാചിക്കുന്ന ഒരു യാചകൻ 10 പേരുടെ നേരെ കൈനീട്ടിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 പേരെങ്കിലും അയാൾക്ക് പൈസ കൊടുക്കും. പക്ഷെ ഞാൻ ഇത്രയും പേരുടെ നേരെ കൈനീട്ടിയിട്ട് പോലും ഒരാള് പോലും എന്നോടൊരു സഹാനുഭൂതി കാണിക്കാൻ അല്ലെങ്കിൽ സഹതാപം കാണിക്കാൻ തുനിഞ്ഞില്ല. ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് തൊട്ടടുത്ത് എനിക്ക് പരിചയമുള്ള ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ചേട്ടനോട് എനിക്കൊരു 1.5 രൂപയുടെ ബ്ലേഡ് ഇങ്ങനെ തരാൻ പറഞ്ഞു. ഞാൻ ആ ഒരു ബ്ലേഡ്, അശോക ബ്ലേഡ് മേടിച്ചു പോക്കറ്റിലിട്ടിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ നടന്നു പോവുക. നടക്കുമ്പോഴെല്ലാം ഞാൻ ഇതേക്കുറിച്ച് ചിന്തിക്കുക, ഞാൻ എന്ത് തെറ്റ് ചെയ്തു. ഒത്തിരി ദൈവങ്ങളെ
ഞാൻ സേവിച്ചു, ഞാൻ പൂജിച്ചു, ഞാൻ ആരാധിച്ചു. അതുപോലെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും ആ മതഭക്തിയിലും ഒക്കെ ഞാൻ ജീവിച്ചു. പക്ഷെ നോക്കൂ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ഞാനൊരു ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ എന്താ പറ്റിയത്? എന്തുകൊണ്ടാണ്? എന്ത് തെറ്റാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ, കാരണം അതെന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സന്ധ്യാസമയം ഏകദേശം ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. വീട്ടിൽ ചെന്നപ്പോഴേക്കും എന്റെ വൈഫ് നോക്കിയപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ചോദിച്ചു, ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒന്നും കിട്ടിയില്ല, ഇനിയൊട്ട് കിട്ടാൻ പോകുന്നുമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാന് ഡ്രസ്സൊക്കെ മാറി ഒരു കാവ്യമുണ്ടൊക്കെ എടുത്തെടുത്ത് ഒരു തോർത്തെടുത്ത് ഇങ്ങനെ തോളിലിട്ടിട്ട്, അപ്പൊ കുഞ്ഞുങ്ങൾ ഉറങ്ങി കേട്ടോ, വിശന്ന് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോ എന്റെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങ് വന്നേ, നീ ഇങ്ങോട്ട് വാ, ഞാനൊരു കാര്യം പറയാ, ശ്രദ്ധിച്ച് കേൾക്കണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യും, ഇനി ഒരു ദിവസം പോലും ഞാൻ ജീവനോട് ഇരിക്കുകയില്ല, കാരണം അത്രയ്ക്ക് തകർന്നിട്ട് ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ നേരെ കൈ നീട്ടിയില്ല. പക്ഷെ ഇന്ന് ഞാൻ പലരുടെ നേരെ കൈ നീട്ടിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ഞാൻ തൊടുപുഴ പട്ടണത്തിലേക്ക് ഉണ്ടാവില്ല, പട്ടണത്തിൽ ഞാൻ പോകത്തില്ല, ഇന്നുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും, നീയും മക്കളും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് അവസാനം എന്റെ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, അങ്ങനെയാണെങ്കിൽ ഞാനും എന്റെ പിള്ളേരും ജീവിച്ചിരുന്നിട്ടോ കാര്യമില്ല, നമുക്ക് ഒരുമിച്ചങ്ങ് തീർന്നേക്കാം, ഇനി നമുക്ക് ജീവിച്ചിരിക്കണ്ട. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരസ്പര ധാരണയോടുകൂടെ അന്ന് 2007 ഫെബ്രുവരി മാസം 1-ാം തീയതി രാത്രി ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കുടുംബമായിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നോക്കുക, എന്നിട്ട് എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം വേണം, കഞ്ഞിവെള്ളം കിട്ടിയാൽ മതി, ഇച്ചിരി കുടിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടടുത്ത വീട്ടിൽ പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. തൊട്ടടുത്ത ഒരു പരിചയമുള്ളൊരു സഹോദരൻ, അവർ കുടുംബമായിട്ട് അവർ താമസിക്കുന്നുണ്ട്. എന്റെ വൈഫ് ഒരു സ്റ്റീലിന്റെ ഒരു മഗ് എടുത്തിട്ട് വെള്ളം മേടിക്കാനായിട്ട് പോയി. ആ സമയത്ത് ഞാൻ പതുക്കെ എന്റെ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കയറി. അതിന്റെ മേൽഭാഗത്ത് എന്റെ കുഞ്ഞുങ്ങളോ എന്റെ ഭാര്യയോ ഒന്നും കാണാതെ 2-3 ദിവസം മുമ്പ് മേടിച്ചു കൊണ്ടുവച്ചിരുന്ന ഫ്യൂരിഡാൻ എന്ന് പറയുന്ന വിഷം, പ്രിയപ്പെട്ടവരെ, അതെടുത്തോണ്ട് വന്ന് മുന്നേ കൊണ്ടുവച്ചു. അപ്പോഴേക്കും വൈഫ് വെള്ളവുമായിട്ട് വന്ന് ഞാൻ 4 ഗ്ലാസ് എടുത്തു. അപ്പൊ എന്റെ വൈഫ് അത് ആദ്യമായിട്ട് ഇത് കാണാൻ, ഞാൻ അപ്പൊ ചോദിച്ചു, ഇതെന്താ, ഇത് എവിടുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതെടുത്ത്, കാരണം ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് മരിക്കണം, ആത്മഹത്യ ചെയ്യണം, കാരണം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പല ജ്യോതിഷന്മാരും ഒക്കെ പറഞ്ഞിട്ടും എന്റെ ജാതകമൊക്കെ നോക്കി പലരും ഒക്കെ അന്നത്തെ കാലത്ത് ജ്യോതിഷന്മാരൊക്കെ പ്രവചിച്ചിട്ടും എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് ഇനി യാതൊന്നും ഞാൻ കാണുന്നില്ല, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ആ ദിവസങ്ങളില് ആത്മഹത്യ ചെയ്തേക്കാന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം വാങ്ങിയത്. ഞാൻ ബ്ലേഡ് എടുത്ത് വെച്ച്, ഞാൻ പറഞ്ഞത് ബ്ലേഡും ഉണ്ട്, നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം എന്ന് പറഞ്ഞ് എന്റെ ഭാര്യ കൊണ്ടുവന്ന ആ കഞ്ഞിവെള്ളം 4 ഗ്ലാസ്സിലിട്ട് അല്പാൽപ്പം ഒഴിച്ച് ഈ വിഷം ഒഴിച്ച് ആദ്യത്തെ ഗ്ലാസ് എടുത്ത് ഞാനിങ്ങനെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ വൈഫ് എന്നോട് ചോദിച്ചു, അപ്പോഴേ നമുക്ക് മരിക്കാം, ഞാനും റെഡിയാണ്, പക്ഷെ മക്കളുടെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ അത് തന്നെ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ഇടിത്തി പോലെയായി. കാരണം പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞുങ്ങളെ അത്രത്തോളം വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെയൊക്കെയാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോഴും ഞങ്ങൾ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ പോലെയാണ്. കർത്താവിനെ അറിഞ്ഞ് അതുകൊണ്ടുള്ള സമാധാനമാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞു, അതെ, നമ്മൾ രണ്ടുപേരും മരിച്ചിട്ട് നമ്മുടെ മക്കൾ മാത്രം ജീവിച്ചിരുന്നാൽ എന്റെ വീട്ടുകാരോ നിന്റെ വീട്ടുകാരോ കുറച്ചു നാള് നമ്മുടെ മക്കളെ വളർത്തും, പിന്നീട് ഒരു ശല്യം എന്നവർ തോന്നിക്കഴിഞ്ഞാൽ അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാക്കും. അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോകുമ്പോ നമുക്ക് 4 പേർക്കും കൂടെ അങ്ങ് പോയേക്കാം, തീർന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അങ്ങനെ കുഞ്ഞുങ്ങൾക്കാണ് ആദ്യം ഇത് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയാ പറഞ്ഞു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്ത് അവരുടെ മരണം ഉറപ്പാക്കിയിട്ട് ഒരു മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് മരിക്കാം. അപ്പോ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോ എന്നെ വിളിക്കരുത്, എനിക്കത് കാണാൻ പറ്റില്ല, ഞാൻ മാറി നിൽക്കും എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ കൊടുത്തോളാം,
എന്ന് പറഞ്ഞു. പ്രിയരെ, ആദ്യത്തെ ഗ്ലാസ് ഞാൻ എടുത്തു. എന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നു. നോക്കിയേ പ്രിയരെ, ഒരപ്പൻ തന്റെ ഓമന കുഞ്ഞിന് കൊടുക്കാൻ പോവാണ്. ഞാൻ പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ വിളിച്ചു, മോനെ എഴുന്നേക്ക്, കൊച്ചിപ്പുറത്താ കിടക്കുന്ന മോനെ, എന്റെ മോളെ ആദ്യം വിളിക്കുന്നത്, മോനെ എന്നാ വിളിക്കുന്നത്, മോനെ എഴുന്നേക്കടാ, അച്ഛൻ ജ്യൂസ് കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ മോള് ചാടി എഴുന്നേറ്റു. കാരണം വിശന്ന് കിടക്കുന്ന കുഞ്ഞാണ്. അത് ജ്യൂസ് എന്ന് കേട്ടപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. പെട്ടെന്ന് അവൾ എഴുന്നേറ്റു. അച്ഛ തന്നേക്കാൻ പറഞ്ഞ്, എവിടുന്നാന്നൊക്കെ ചോദിച്ചു. തന്നേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം എന്ന്. അച്ഛ തരാം, അച്ഛ വായിലൊഴിച്ചു തരാം എന്ന് പറഞ്ഞ്, പ്രിയരെ, എനിക്കറിയാം അത് ജ്യൂസ് അല്ല, എന്റെ കുഞ്ഞിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന കൊടുമിഷമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കുഞ്ഞിനത് അറിയത്തില്ല. ഞാനതിങ്ങനെ വിറച്ച് എന്റെ കുഞ്ഞിനെ വായിലോട്ട് ഇങ്ങനെ അവളുടെ ചുണ്ടോട് അടുപ്പിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി എന്റെ വീടിന്റെ വാതിൽക്കൽ ആരോ ഇങ്ങനെ ശക്തമായി മുട്ടിയിട്ട് ചേട്ടാ എന്ന് വിളിക്കുവാൻ. അപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. ആ സമയത്ത് കോളിംഗ് ബെല്ലൊന്നുമില്ല, വാതിൽക്ക് മുട്ടുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ, ഇത് മിക്കവാറും രാജൻ ചേട്ടനായിരിക്കും, അതായത് വീടിന്റെ ഉടമസ്ഥനാ. കാരണം ഞാൻ വന്നു എന്ന് അറിഞ്ഞാൽ ഏത് രാത്രിയാണേലും അദ്ദേഹം വാടക ചോദിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹമായിരിക്കും എന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദേ എന്റെ കയ്യിൽ 10 പൈസ കൊടുക്കാല്ലേ, ഇനി എന്ത് അവധി പറയാനാ, ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. കാരണം എനിക്കൊന്നും പറയാനില്ല, വന്നിട്ടില്ല, പൈസ കൊടുക്കാനുമില്ല, വന്നിട്ടില്ല എന്ന് ഒന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പയ്യമാറി കൊച്ചിയോടൊന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ആ ചേട്ടൻ പോയിട്ട് തരാന്ന് പറഞ്ഞു. എന്റെ വൈഫ് അത് അല്പം അദ്ദേഹം അഥവാ തുറന്നു നോക്കിയാൽ കാണാതിരിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് എന്റെ വൈഫ് വാതിൽ തുറന്നു നോക്കി. പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ വൈഫ് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ എന്റെ വൈഫ് കണ്ടത് പ്രതീക്ഷിച്ച ആളല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അന്നുവരെ കാണാത്ത, ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും അന്നുവരെ കാണാത്ത 2 സഹോദരന്മാർ ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അതിൽ ഒരാളുടെ കയ്യിൽ കറുത്ത ബൈൻഡിട്ട ഒരു പുസ്തകമുണ്ട്, മറ്റൊരാളുടെ തോളിൽ ഒരു തുണി കൊണ്ടുള്ള ഒരു സഞ്ചി ഇങ്ങനെ കിടപ്പുണ്ട്, ഒരു ബാഗ് കിടപ്പുണ്ട്. അതിൽ ആ ബൈബിൾ പിടിച്ച സഹോദരൻ എന്റെ വൈഫിനോട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. താഴെ ഒരു ചേച്ചി പറഞ്ഞു വിട്ടതാണ്, പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് നിങ്ങളുടെ വീട്ടിൽ കയറി ഒന്ന് പരിചയപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചിയെ ഞങ്ങൾക്കറിയാം, എന്റെ വൈഫിന് പരിചയമുള്ളതുകൊണ്ട്. അപ്പോ എന്റെ വൈഫ് പെട്ടെന്ന് അവരോട് പറഞ്ഞു, വന്നിരുന്നോളാൻ പറഞ്ഞു, കയറിയിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവർ കയറിയിരുന്നു. അവർ കയറിയിരുന്നു. ഇവരാന്ന് കണ്ടപ്പോ ഞാൻ പയ്യ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. എനിക്ക് ഇവരാരെന്നൊന്നും മനസ്സിലായില്ല. എനിക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നി. കാരണം പ്രിയപ്പെട്ടവരെ, കാരണം ജീവിതം മടുത്തിട്ട് മരിക്കാനായിട്ട് പോയതാ. പക്ഷെ മരിക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കാതെ വണ്ണം ഈ സമയത്ത്, അതായത് ഞങ്ങൾ മരിക്കാൻ പോകുന്ന ആ ടൈമില് ഇവരെന്തിനു കയറി വന്നു, ഇവരാരാ, ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോ അതിലൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് സിജു എന്നാണ്, അതിലൊരു സഹോദരൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ബ്രദറെ പേരെന്താ എന്ന് ചോദിച്ചു. ബ്രദർ എന്നൊക്കെ അങ്ങനെ ഒരു അഭിസംബോധന ആദ്യമായിട്ടാണ്. പേരെന്താ? ഞാൻ പേര് പറഞ്ഞു, എന്റെ പേര് വിജയകുമാർ ആണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്റെ ഭാവം മറ്റൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അത്ര അതിലല്ല എന്നുള്ളത്. എന്നിട്ട് വീണ്ടും അദ്ദേഹം എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ബ്രദറെ, കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു, കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല, നിസ്സംഗതയോടെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്, നിങ്ങൾ മരണം മുന്നിൽ കണ്ട്, ആത്മഹത്യ മുന്നിൽ കണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ എന്ന് എന്നോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം കേട്ടപ്പോ ഞാൻ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോയി. കാരണം ഭയങ്കരമായ, എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചു എന്നുള്ളത്. കാരണം ഞാൻ അന്തം വിട്ടുപോയി. സത്യത്തിൽ ഞങ്ങൾ മരിക്കാനായിട്ട് തീരുമാനിച്ചത്, ആത്മഹത്യ തീരുമാനിച്ചത് ഞാനും എന്റെ വൈഫും മാത്രമല്ലാതെ മൂന്നാമതൊരാളെ അറിഞ്ഞിട്ടുമില്ല. എന്റെ മക്കളോ എന്റെ അയൽവക്കക്കാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ മൂന്നാമതൊരു വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷെ ഈ സഹോദരന്മാർ എന്തായി പറയുന്നത്? ഇവർക്ക് എങ്ങനെ മനസ്സിലാക്കി? അവർക്ക് ആരാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്? അങ്ങനെ ഞാൻ ചിന്തിച്ച് നിൽക്കുവാൻ. അതിനിടയിൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു കാര്യം പറയാം, ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം. എന്നെ കേൾക്കുന്ന ഒരുപക്ഷെ സമാന അനുഭവങ്ങളിലൂടെ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
പ്രിയപ്പെട്ടവരെ, ഏത് രഹസ്യം നമ്മൾ ഒളിച്ചു വെച്ചാലും, ആരറിയണ്ടെന്ന് പറഞ്ഞാലും, ഒരുപക്ഷെ ആരും അറിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമായാലും, അതറിയുന്ന ഒരു മഹാദൈവം കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. തന്റെ ദാസന്മാർക്ക് രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന മഹാദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്ന എന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ കാരണം. കേട്ടോ, ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരല്പസമയം എന്നോട് പറഞ്ഞു, ഞങ്ങള് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞെന്നറിയാമോ? സുവിശേഷം എന്നോട് പറഞ്ഞു. യേശുക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് താങ്കൾക്കും വേണ്ടി കൂടിയാണ്. അങ്ങനെ സുവിശേഷം പറഞ്ഞു. എന്റെ ജീവിതത്തിൽ, എന്റെ പ്രിയരെ, ആദ്യമായിട്ടാണ് ഞാൻ സുവിശേഷം കേൾക്കാൻ വേണ്ടി നിന്നുകൊടുക്കുന്നത്. നിന്നുകൊടുക്കുന്നത് സത്യത്തിൽ നിർത്തിയതാണ് എന്റെ ദൈവം. കാരണം അന്ന് വരെ ഇതുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ലായിരുന്നു. അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു. യേശുക്രിസ്തു ആരാ? ക്രിസ്ത്യാനികളുടെ ദൈവം. ഞങ്ങൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം എന്നൊരു സാമാന്യ അറിവല്ലാതെ യേശുക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് വേറൊന്നും അറിയത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ആദ്യമായിട്ട് ഞാൻ സുവിശേഷം കേൾക്കാനായി വിധേയപ്പെട്ടു കൊടുത്തു. അദ്ദേഹം ഒരു 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം സന്ധ്യാസമയമായി. എന്നിട്ട് പോകാൻ നേരത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്റെ വൈഫ് പറഞ്ഞു, പ്രാർത്ഥിച്ചോളാം. കൈകൊണ്ട് കാണിച്ചു പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്റെ വൈഫ് കരയുകയാണ്. ഞാൻ കണ്ടു. സുവിശേഷം പറഞ്ഞപ്പോഴും അവർ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ കണ്ണു തുറന്നു നോക്കി. എനിക്ക് ഒന്നാണെന്ന് മനസ്സിലായില്ല. എന്റെ വൈഫിന്റെ കണ്ണിലൂടെ കണ്ണീര് വീഴുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരുന്നു. പെട്ടെന്ന് 2 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് അവർക്കൊരു ചായ കൊടുക്കാൻ പോലും ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ലായിരുന്നു. ഇറങ്ങാൻ നേരത്ത് അവരെന്റെ വൈഫിനോട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾ തൊട്ടു താഴെ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരാൾ നിലമ്പൂരുകാരനാണ്, ഈ സിജു. ഒരു ദൈവദാസന്റെ മകനാണ്. പിന്നീടാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ ആ ചേച്ചി പറഞ്ഞിട്ടാ നിങ്ങളുടെ അടുക്കൽ വന്നത്. പക്ഷെ ഞങ്ങൾ വന്നത് വെറുതെ അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ എന്നെ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യാവോ? നിങ്ങൾ ഈ ചേട്ടനും കുഞ്ഞുങ്ങളുമായിട്ട് നാളെ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി ആൾക്കാരൊന്നും അവിടെ ഇല്ല. നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോയി. വന്നോളാം എന്ന് വൈഫ് പറഞ്ഞു ഇറങ്ങിപ്പോയി. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ആ പ്രാർത്ഥന കഴിഞ്ഞ് അവരിറങ്ങിപ്പോയി കഴിയുമ്പോ ഞങ്ങളുടെ വീട്ടിനകത്തൊരു പ്രത്യേക ഒരു അനുഭവം, ഒരു അന്തരീക്ഷം ഞങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് പിന്നീട് ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന് ബൈബിൾ വായിച്ചപ്പോ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ വീടും 12-ാം അധ്യായത്തിലെ വീടും ഒന്ന് തന്നെയാണ്. പക്ഷെ അവസ്ഥ രണ്ടായിരുന്നു. 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കല്ലറയ്ക്കകത്ത് വച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ മാർത്തയും മറിയയും കരയുകയാണ്, മറ്റുള്ളവർ കരയുകയാണ്. അപ്പൊ വിലാപവും കരച്ചിലും ഏങ്ങലടികളും ഉയർന്ന വീടിനെ കുറിച്ചാണ് 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ 12-ാം അധ്യായത്തിൽ അതേ വീട് തന്നെയാണ്. പക്ഷെ അവസ്ഥ മാറി. മരിച്ച ലാസർ യേശുക്രിസ്തുവിന്റെ കൂടെ പന്തിയിലിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവസ്ഥ മാറി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് ആ വീട് നിറഞ്ഞു എന്നാണ്. മരണഗന്ധം ഉണ്ടായിരുന്ന 11-ാം അധ്യായത്തിലെ വീട്ടിൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. യേശുക്രിസ്തു അവിടെ ഇരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കൂടെ ലാസർ ഇരിക്കുകയാണ്. എന്നതുപോലെ ആ പ്രയർ കഴിഞ്ഞു പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷമായി. ഭയങ്കരമായൊരു സമാധാനം ആരോ ഞങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് വച്ചിട്ട് പോയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പ്രിയരെ, ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്റെ വൈഫ് ഓടി വന്നിട്ട് ഈ വിഷമെല്ലാം കൂടെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒരൊറ്റ വീശാണ് ജനലിലൂടെ. അതുപോലെ തന്നെ ആത്മഹത്യക്കുറിപ്പ് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു. നോക്കി എന്റെ വൈഫ് ചെയ്ത കാര്യം പറയുന്നത്. ഞാൻ ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നത്? നമുക്ക് മരിക്കണ്ടേ? അപ്പോ പറഞ്ഞു, അതെ, മുങ്ങിച്ചാകാൻ പോകുമ്പോൾ ഒരു കച്ചുതുരുമ്പ് കിട്ടിയാ പിടിക്കില്ല. എനിക്കെന്തോ ഭയങ്കര സമാധാനം എന്റെ ഉള്ളിലുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊന്ന് പോകാം. എന്റെ വൈഫ് പറഞ്ഞ കാര്യമാണ് പ്രിയരെ. ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊന്ന് പോകാം. എന്റെ വൈഫ് പ്രാർത്ഥനയോടൊക്കെ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. പെന്തക്കോസ്തുകാരി അല്ലെങ്കിൽ പോലും പ്രാർത്ഥനയോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. കാരണം CSCക്കാരുടെ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിച്ചു. അപ്പൊ ആ സമയത്ത് അവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പ്രാർത്ഥന കൂടിയ ഒരാളായിരുന്നു. അപ്പൊ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനകത്തൊരു കാര്യം പറയട്ടെ. ജീവിതം അവസാനിപ്പിക്കുന്നവരെല്ലാം
ഒരു സന്തോഷത്തിനല്ല ആ ജീവിതം അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ജീവിക്കാൻ തന്നെയാണ് കൊതി. നമ്മൾ പത്രങ്ങളിലൂടെ പലരുടെയും ആത്മഹത്യകള് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ. സാധാരണക്കാരും പണമുള്ളവരും ജോലി ഉള്ളവരും നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം അവർക്ക് ജോലി ഇല്ലാഞ്ഞിട്ടോ പദവി ഇല്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ അവരുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ആരുമില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല. അവർ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു. എന്നതുപോലെ ഞങ്ങളും ജീവിക്കാനായിരുന്നു ഞങ്ങൾക്കും കൊതി, മരിക്കാൻ ഞങ്ങൾക്ക് കൊതിയില്ലായിരുന്നു, ജീവിക്കാൻ തന്നെയായിരുന്നു. പക്ഷേ ജീവിതം ഇങ്ങനെ ആയപ്പോ, താളം തെറ്റിയപ്പോ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോ, ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നപ്പോഴും ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഇവിടെ ഇതാ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് എന്നാലൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകാം. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ആദ്യം പറഞ്ഞു, എന്നെ ക്രിസ്ത്യാനിയൊന്നും ആക്കാൻ നോക്കണ്ട, ഞാൻ വരുന്നൊന്നും ഇല്ലാതെ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം നിർബന്ധിച്ച് എന്റെ ഭാര്യ എന്നെയും വിളിച്ചു. കാരണം വേറെ പണിയൊന്നുമില്ല, ഒരിടം പോകാനില്ല. ഞങ്ങള് ആ പ്രേയറിന് പോയി. ഒരു ചെറിയൊരു വീടാണ്. നോക്കി, അവിടെ ഒത്തിരി പേരൊന്നുമില്ല, ഒരു 8 or 10 പേരേ ഉള്ളൂ. പക്ഷേ ആ പ്രാർത്ഥനയിൽ ഞാൻ പോയിരുന്നു. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്രകാരം ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പോയിരിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ഞങ്ങൾ പരിചയിച്ചു വന്ന വിധങ്ങൾ വേറെയാണ്. അവിടെ പോയി നിൽക്കും, ഇങ്ങനെ കൈകൊണ്ട് നിൽക്കും, കണ്ണടയ്ക്കും, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പറയും, ഒരു കുറിയൊക്കെ എടുത്ത് നെറ്റിയിലിട്ടിട്ട് തിരിച്ചിങ്ങി പോരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, വചനം സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒന്നും അങ്ങനെയൊക്കെ എനിക്ക് ഒരു അപരിചിത്വം എന്റെ ഉള്ളിലുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും ഞങ്ങൾ പോയി. അങ്ങനെ നമ്മുടെ സഹോദരന്മാര് തൊടുപുഴയില് ഒരു ബാങ്കിന്റെ ഓഡിറ്റോറിയത്തില് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നുപോയി. ആദ്യമൊന്നും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിലേക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം അത്ര ഒരു കറതീർന്ന ഒരു മതപശ്ചാത്തലത്തിലായിരുന്നു ഞാൻ ആയിരുന്നത്. ഏകദേശം 100 വർഷങ്ങളോളം പഴക്കമുണ്ട് എന്റെ കുടുംബത്തിന് അത്ര അങ്ങനെ ഒരു നിലവാരത്തിൽ. അപ്പോ അവിടെ പയ്യെ പക്ഷെ ഞാൻ അതിനോട് ചേരാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സൺഡേയില് ശക്തമായ ആരാധന അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും മുമ്പിലായിരിക്കുന്നത്. ഞാൻ ഇരുന്ന ആ കസേരയിൽ നിന്ന് ഞാൻ പയ്യെ താഴെ ഇറങ്ങി, കസേര പിടിച്ച് താഴെ ഇറങ്ങിയിട്ട് ഞാൻ മുട്ടുമേൽ നിന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവേ എന്ന് ഞാൻ അങ്ങ് വിളിക്കാൻ തുടങ്ങി. യേശുവേ എന്ന് വിളിച്ചു. എനിക്കറിയാം, ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായൊരു സമാധാനം. ഞാൻ ഇങ്ങനെ വിളിച്ചു, 2 കൈ ഉയർത്തി വിളിച്ചിട്ട് പറഞ്ഞു, യേശുവേ എന്നെ രക്ഷിക്കണേ, എനിക്ക് സമാധാനം തരണേ. ഞാൻ എന്റെ ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്റെ വൈഫ് അപ്പുറത്തെ വശത്തുനിന്നോട് എന്നെ നോക്കുക. മനസ്സിലായി എന്തോ ദൈവം തൊട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴേക്കും ഒരു ദൈവദാസൻ വന്ന് എന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ അല്പസമയം കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആരാധന എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ദൈവദാസൻ എന്റെ അടുക്കൽ വന്ന് പരിചയപ്പെട്ടിട്ട്, പുറത്തുനിന്ന് വന്നൊരു ദൈവദാസനാണ്, ഗസ്റ്റായിട്ട് വന്നയാളാ, പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ദൈവം ഉപയോഗിക്കും. എങ്ങനെയാ പറഞ്ഞത്? കർത്താവ് ഉപയോഗിക്കും എന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ടൊരു ഗിഡിയൻസിന്റെ ബൈബിള് എനിക്ക് അവിടുന്ന് ദൈവദാസൻ തന്നു. ഞാനത് വാങ്ങി കൊണ്ടുപോയി വീട്ടിൽ വന്നു. ഒന്നും കഴിക്കാനൊന്നും ഇല്ലെങ്കിലും വന്ന് ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് ഈ ബൈബിൾ എടുത്ത് തുറന്നു. എന്റെ വൈഫ് അടുത്ത് വന്നു. അപ്പൊ എന്റെ വൈഫിന് മനസ്സിലായി ഒരു ചലനം നടന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത്രയ്ക്ക് സന്തോഷമായി ഞങ്ങൾക്ക്. ഹല്ലേലൂയ. നോക്കൂ, ആ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ ആദ്യം കിട്ടിയൊരു വാക്യമാണ് മത്തായി സുവിശേഷം 6:33. ആദ്യം കണ്ണിലുടക്കിയ വാക്യം അതാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. എന്താണ് രാജ്യം, എന്താണ് നീതി എന്നൊന്നും അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ ദിവസം എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് നോക്കൂ, ദൈവത്തിന്റെ കൃപയാൽ ആ രാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ മാത്രമല്ല, ആ രാജ്യത്തിന്റെ വക്താക്കളായി, ആ രാജ്യത്തിന്റെ സാക്ഷികളായി, ആ നീതി അനുഭവിച്ച്, ആ സന്തോഷം അനുഭവിച്ച്, ആ സമാധാനം അനുഭവിച്ച്, ആ പ്രത്യാശ അനുഭവിച്ച്, ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് വേണ്ടത്. അവന്റെ മുമ്പേ വേണ്ടത് അതാണ്. ഫസ്റ്റ് പ്രിഫറൻസ് അതിനു വേണ്ടിയായിരിക്കണം. ആദ്യത്തെ മുൻഗണന അതിനു വേണ്ടിയായിരിക്കണം. മുമ്പേ യേശു ക്രിസ്തുവിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവരാജ്യം എന്ന് പറയുന്നത്
പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ഇന്ന് ലോകത്ത് നോക്കൂ, ഇന്നത്തെ പത്രം എടുത്തു നോക്കൂ, നിങ്ങൾ TV ഓൺ ചെയ്ത് നോക്കൂ, സമാധാനമുള്ള ഒരു വാർത്ത പോലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. എത്ര ആത്മഹത്യകൾ, എത്ര കൊലപാതകങ്ങൾ, എത്ര ദുർമരണങ്ങൾ, എന്തെല്ലാം അക്രമ സംഭവങ്ങൾ. ഒരു രാജ്യത്തിൽ പോലും സമാധാനമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവരാജ്യം തരുന്ന സമാധാനം, ദൈവരാജ്യം തരുന്ന സന്തോഷം, കർത്താവ് യേശു ക്രിസ്തു തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനം പോലെ അല്ല. ഈ ധൈര്യത്തോടെ പറയാൻ കാരണം ഞങ്ങൾ അതിന്റെ അനുഭവസ്ഥരാണ്, ഞങ്ങളത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, ഞങ്ങളത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. ഈ പകലിലും സധൈര്യം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ദൈവരാജ്യത്തിലെ സന്തോഷം അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ വാക്യമൊക്കെ വായിച്ച് കുറച്ചു സമയം അവിടെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറഞ്ഞു വേഗത്തിൽ അവസാനിപ്പിക്കാം. നോക്കുക, പിന്നീട് ഞാൻ വീണ്ടും ഒരു ദിവസം പോലും മുടക്കാതെ ഏതൊരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും പോകും, ഏതൊരു ഉപവാസത്തിന് വിളിച്ചാലും പോകും, ഏതൊരു കൂട്ടായ്മയ്ക്ക് വിളിച്ചാലും പോകും. എന്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഉത്സാഹവും ആത്മാവിലുള്ള എരിവും ഉണ്ടായി. അങ്ങനെ പോയി. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാല് 2007 മെയ് മാസം 12-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. അതിന് തൊട്ടു മാസം എന്റെ വൈഫ് സ്നാനപ്പെട്ടു. അങ്ങനെ ഞങ്ങള് ദൈവത്തിന്റെ കൃപയാൽ കർത്താവിനോട് ചേരുവാനിടയായി. ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്റെ നാളുകളായി 7 വർഷം എന്റെ കുഞ്ഞിനെയും കൊണ്ട് മാറി മാറി ചികിത്സിച്ച് ഒട്ടും ഭേദം വരാത്ത അവസ്ഥയിൽ, സകലം തകർന്ന സാഹചര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞിന് 24 വയസ്സുണ്ട്. ഇപ്പോൾ അവള് PG കഴിഞ്ഞു. ഇന്ന് വരെ ആ ദൈവത്തിന്റെ കൃപയാലാണ് കേട്ടോ. ഒരു ആന്റിബയോട്ടിക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ കർത്താവ് അനുവദിച്ചില്ല. എന്റെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് പകലും ആത്മാവിൽ നിറഞ്ഞ് ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. എന്റെ യേശു അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും അങ്ങനെയുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ, ഡോക്ടർമാർ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണോ, ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് വിധി എഴുതിയ വ്യക്തിയാണോ, വിശ്വസിക്കാൻ കഴിയുമോ? യേശു ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടാണ് ഇത് വിളിച്ചു പറയുന്നത്. നന്ദിയോടെ ഞാൻ എന്റെ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 2009 ജൂൺ മാസം 6-ാം തീയതി ഞങ്ങൾ തൊടുപുഴയില് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഒരു ദൈവസഭ, ഒരു കൂട്ടായ്മ ആരംഭിച്ചു. അതിന്റെ ആരംഭമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. 10 പൈസ എന്റെ കയ്യിലില്ലായിരുന്നു ഒരു ഹോൾ എടുക്കാനായിട്ട്, അതിന്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ട്. പക്ഷെ ദൈവം അത്ഭുതം ചെയ്തു. ഞങ്ങൾ അങ്ങനെ ജൂൺ മാസം 6-ാം തീയതി ഒരു കൂട്ടായ്മ തുടങ്ങി. കർത്താവിന് സ്തോത്രം. ആ കൂട്ടായ്മയാണ് അവിടെ തന്നെയാണ് ഇന്നും ഈ 2024-ലും ആ ഹാളിൽ തന്നെയാണ്, വാടകയ്ക്കാണ്, ആ ഹാളിൽ തന്നെയാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കൈകൊണ്ട് 2007 ഫെബ്രുവരി മാസം 1-ാം തീയതി രാത്രി ഈ കൈകൊണ്ട് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച എന്റെ 2 മക്കളെയും, ആദ്യം എന്റെ മകളെയും പിന്നെ എന്റെ മകനെയും, നോക്കുക പ്രിയപ്പെട്ടവർ, എന്റെ കുഞ്ഞിനെ തൊടുപുഴ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സ്നാനക്കുളത്തിൽ ഇറക്കി സ്നാനപ്പെടുത്തി കർത്താവിന് സമർപ്പിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. 2011-ലാണ് അത് സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ മോളെ സ്നാനപ്പെടുത്തിയിട്ട് സ്നാപകൻ സ്നാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, മരണപര്യന്തം വിശ്വസ്തയായിരിക്ക, ശിവകിരീടം പ്രാപിക്കും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സത്യത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം ഞാൻ വല്ലാതെ വിതുമ്പിപ്പോയി. കാരണം എന്താണെന്നറിയാവോ? യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, ഈ സുവിശേഷത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ, ഈ മാർഗത്തിലേക്ക് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ, ഞങ്ങൾ 4 പേരും കൂടെ, സ്വന്തമായി ഞങ്ങൾക്ക് സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും പഞ്ചായത്ത് ശ്മശാനത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഞങ്ങളെ കുഴിച്ചിടുമായിരുന്നു. പക്ഷെ നോക്കൂ, ഞങ്ങളെ കർത്താവ് രക്ഷിച്ചു. കർത്താവ് ഞങ്ങളെ വിളിച്ചു. ആ നീതിയുടെ വലം കൈ കൊണ്ട് ഞങ്ങളെ താങ്ങി, ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചത് കൊണ്ട് എന്റെ കുഞ്ഞിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിന് സ്തോത്രം. കർത്താവിന് കൃപ തന്നു. ആ സ്നാനക്കുളത്തിൽ നിന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശവക്കുഴിയിലേക്ക് പോകുമെന്ന് പിശാച് വെല്ലുവിളിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകലിൽ ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു പറയാ, നിന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകാതെ വണ്ണം ആ നയീൻ പട്ടണത്തിൽ വെച്ച് ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ആ സ്നാനക്കുളത്തിലേക്ക് കൊണ്ടുവരുത്താൻ, കൂട്ടിവരുത്താൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, സർവശക്തനായ, വിശ്വസ്തനായ, കരുണാസമ്പന്നനായ, മനസ്സലിവുള്ളവനായ മഹാദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. പ്രിയപ്പെട്ടവരെ,
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ 2009 പ്രാർത്ഥിച്ചൊരു കൂട്ടായ്മ ആരംഭിച്ചു. 1-2 കുടുംബങ്ങൾ ആദ്യമായിട്ടൊക്കെ കടന്നു വന്നു. ഞാൻ ആ സമയത്തൊന്നും ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. പിന്നീടാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു അരക്കിലോ അരിക്കു വേണ്ടി തൊടുപുഴ പട്ടണത്തിൽ ഭിക്ഷയാചിച്ചു നടന്ന ഞാൻ ഇന്ന് നിങ്ങളൊരു സൺഡേയിൽ എന്റെ ചർച്ചിൽ വന്നാല് 2 ആരാധനയുണ്ട്. രാവിലെ 7:30-ക്കും രണ്ടാമത് 10 മണിക്കും 2 വർഷിപ്പുണ്ട്. ഏകദേശം 100-150ഓളം ആൾക്കാര് ഒരു സൺഡേയില് കർത്താവിനെ ആരാധിച്ചു കടന്നു പോകുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്താണ് ചർച്ച് ഉള്ളത്. നിങ്ങൾ 10 മണിക്ക് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഈ കഴിഞ്ഞ സൺഡേയിൽ പോലും, ഈ കഴിഞ്ഞ സൺഡേ, അതായത് 1/9/2024 സൺഡേയിൽ ഒരു സഹോദരൻ സഭയിൽ കടന്നു വന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ കംഫർട്ട് സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ടാണ് ചർച്ചിലോട്ട് കടന്നു വന്നത്. ശബ്ദം കേട്ടിട്ട് ഞാൻ ആകെ തകർന്ന പാസ്റ്ററെ വന്നത്. എന്റെ ജീവിതം എല്ലാം, ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് ഒക്കെ പരാജയപ്പെട്ട് മുൻപോട്ട് പോകാൻ ഒരു മാർഗവുമില്ലാതെ തകർന്നാ വന്നത്. പക്ഷെ അദ്ദേഹം പറയുക, അന്ന് പറഞ്ഞത് മുഴുവൻ പാസ്റ്റർ പറഞ്ഞു എന്നോടായിരുന്നു. ഞാൻ മുഴുവൻ റെക്കോർഡ് ചെയ്തെടുത്തു. നോക്കൂ എന്ന് മാത്രമല്ല, അന്ന് വൈകിട്ട് ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ചില സാമ്പത്തിക വിഷയങ്ങളായിട്ട് അദ്ദേഹം ഭാരപ്പെട്ടാ വന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഗൾഫിലോട്ട് കടന്ന് ഇന്നലെ എന്നെ വിളിച്ച് ഒത്തിരി സംസാരിച്ചു. പക്ഷെ ദൈവമാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. ദൈവമാണ് എന്നെ അവിടെ, വിശ്വാസിയാണ്, ദൈവമാണ് എന്നെ അവിടെ കൊണ്ടുവന്നത് എന്ന് പറയാനിടയായി. ഒരു ദിവസം ഓൾ നൈറ്റ് പ്രയർ നടക്കുമ്പോൾ ഒരു സഹോദരൻ ഇവിടെ ചർച്ച കയറി വന്നിട്ട് ഒത്തിരി കരയുക അവിടെ. അപ്പൊ ഞാൻ പാടുന്ന പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അതിനേക്കാൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ കൂടുക. അദ്ദേഹത്തെ പിന്നെ അവസാനം ഞങ്ങള് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് കേൾക്കണോ, ആ പോക്കറ്റ് പാന്റ്, നല്ല പാന്റൊക്കെ ഇൻസ്ലീവ്, നല്ല ഒരു ചെറുപ്പക്കാരൻ പോക്കറ്റിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ഫ്യൂരിഡാൻ എന്ന് പറയുന്ന വിഷക്കുപ്പി ബില്ല് ഉൾപ്പെടെ എടുത്തിട്ട് പറയുക, ഞാൻ സ്റ്റാൻഡിൽ വന്നിരുന്ന ആത്മഹത്യക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് നിങ്ങളുടെ കയ്യടിയും പാട്ടും കേൾക്കുന്നത്. നോക്കിയേ പ്രിയരെ, അത് കേട്ടപ്പോ എന്തോ എനിക്ക് അങ്ങോട്ട് കയറി വരണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ വന്നതാ. പക്ഷേ എനിക്ക് ഒത്തിരി സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ തന്നെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ മേടിച്ച്, അത് രാത്രിയാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ ആൾക്കാരെ വിളിച്ചു. അവരൊരു ജീപ്പ് നിറച്ച ആളിവിടെ കയറി വന്ന്, അങ്ങനെ അമ്മ വന്ന് പറഞ്ഞു, ആശ്രയ ഇന്ന് ഈ മീറ്റിംഗ് എന്റെ മോന് വേണ്ടി വെച്ചതാ, ഇല്ലെങ്കിൽ നാളെ രാവിലെ ആംബുലൻസ് കൊണ്ടുവന്ന് ഡെഡ് ബോഡി കൊണ്ടുപോകേണ്ടി വന്നനെ എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട കുടുംബം ഇന്ന് കർത്താവിനെ സേവിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്വം ഉളവാക്കുമെന്ന് പറഞ്ഞതുപോലെ അനേകരുടെ കുടുംബങ്ങളിൽ കടന്നു ചെന്ന് ആത്മഹത്യ ചെയ്യാൻ കാത്തിരിക്കുന്ന, തയ്യാറെടുത്തിരിക്കുന്ന, എല്ലാം നശിച്ച് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ കർത്താവ് വിടുവിച്ചത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ ലോകത്താരും നിങ്ങളെ രക്ഷിക്കത്തില്ല. ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയരെ, ഞാൻ പറഞ്ഞത്, എന്റെ ചർച്ചിൽ ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. ഞങ്ങൾ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അത് റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണ്. ഇത് വിശ്വാസത്താൽ, എല്ലാം വിശ്വാസത്താലാണ്. എന്റെ ചർച്ചിൽ പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കരുത്, ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. പക്ഷെ വിശ്വാസത്താൽ വാടകയ്ക്കാണ് ഞാൻ വീടും വാടകയ്ക്ക് തന്നെയാണ്. 24 വർഷമായിട്ട് വാടകയ്ക്കാ താമസിക്കുന്നത്. അല്പം പോലും പ്രയാസമൊന്നുമില്ല. കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന അന്ത്യം വരെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ പരസ്യങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ശുശ്രൂഷയാണ് പരസ്യങ്ങളിൽ പ്രസംഗിക്കാൻ. പല ചർച്ചകളിലൊക്കെ പോകാറുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് നന്നായിട്ട് ഉപദ്രവം നേരിട്ടിട്ടുണ്ട്. ഞാനൊരു ഹിന്ദു ആണെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ എന്റെ ID കാർഡൊക്കെ മേടിച്ചു നോക്കിയിട്ട് അവരെന്നെ കാര്യമായിട്ട് ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 3 എണ്ണം പ്രസംഗിച്ചു. അതൊന്നും നമുക്കൊരു വിഷയമുള്ളൊരു കാര്യമല്ല. കർത്താവ് സഹിച്ചതോർത്താൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, അന്ത്യശ്വാസം വരെ എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ഈ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്റെ ചർച്ചിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാരൊക്കെ പോകുന്നത് കാണുമ്പോൾ ഞാൻ അറിയാതെ കർത്താവിന് സ്തോത്രം. കാരണം എന്നാണെന്നറിയാവോ? അരിക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം. ഇന്നെന്റെ പ്രിയരിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഞങ്ങളുടെ ദൈവമക്കളൊക്കെ പോകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു കർത്താവിന്റെ കൃപയാല്. ഞങ്ങളുടെ ആരുടെയും മിടുക്കോ കഴിവോ അധ്വാനം ഒന്നും കൊണ്ടൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. അങ്ങനെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കുന്നു. എന്റെ വൈഫ് പെന്റക്കോസ്റ്റൽ ലേഡീസ് മിഷൻ എന്ന് പറയുന്ന
ഒരു ആത്മീക ശുശ്രൂഷയിലായിരിക്കുന്നു. സഹോദരിമാരെ ചേർത്ത് ആകാവുന്നത് പോലെ ചെയ്യുക. ഞാൻ പറഞ്ഞു, എന്ത് ഞാൻ ചെയ്താൽ എനിക്ക് പ്രതിഫലം കിട്ടും. വൈഫിനോട് പറഞ്ഞു, താങ്കൾ ചെയ്താൽ താങ്കൾക്ക് പ്രതിഫലം കിട്ടും. അത്രയേ ഉള്ളൂ. ഓരോരുത്തൻ ശരീരത്തിലിരിക്കെ ചെയ്യുന്നതിനെല്ലാം സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ട്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോണം. എന്റെ മക്കളോടും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്ത് നമ്മൾ വാരിക്കൂട്ടുന്നതും അധ്വാനിച്ചു കൂട്ടുന്നതും ഒരു ക്ഷണനേരം കൊണ്ട് തീരും. നമ്മള് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് കണ്ടല്ലോ. പക്ഷെ നിലനിൽക്കുന്നത് ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞതുപോലെ ആ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടി അധ്വാനിപ്പാനാണ് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ കണ്ണൂര്, മലബാറിൽ ഉൾപ്പെടെ ചില ഇടങ്ങളിലും കൂട്ടായ്മകൾ നടന്നു വരുന്നു. ദൈവം ഞങ്ങളെ അപ്രകാരം ഉപയോഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ആ വാക്യം ശ്രദ്ധിക്കൂ. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നതിന് ശേഷമാണ്. ഞാൻ ഈ പറയുന്നത് ഊഹാപോഹങ്ങളല്ല, ഏതെങ്കിലും കെട്ടുകഥകളല്ല, കിഴവിക്കഥകളല്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചതാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാണ് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം തന്നത്. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനവും, ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷവും സൗഖ്യവും, ഞങ്ങൾക്കുള്ള പ്രത്യാശയും ഞങ്ങൾക്ക് തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിലുള്ള ഒരു മതത്തിനും തരാൻ കഴിയാത്ത, ഒരു ആചാര അനുഷ്ഠാനങ്ങൾക്ക് തരാൻ കഴിയാത്ത, ലോകത്തിന്റെ മാനുഷികമായ ഒന്നിനും തരാൻ കഴിയാത്ത ഈ ദൈവിക സമാധാനം തരാൻ, ഈ നിത്യരക്ഷ തരാൻ, ഈ സന്തോഷം തരാൻ, ഈ പ്രത്യാശ തരാൻ, ഈ പുതിയ ജീവിതം തരാൻ ഇതാ യേശു ക്രിസ്തു താങ്കളെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നോക്കൂ, ഏത് സമയത്ത് മുങ്ങിത്താഴാൻ പോകുന്ന ഒരു കപ്പലാണ് ഈ ലോകമെന്ന് തിരിച്ചറിഞ്ഞോണം. ഇത് അതിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം യേശുക്രിസ്തുവിനോടുകൂടെ ആകണമെങ്കിൽ ഒരേ ഒരു വഴി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. പരസ്യമായി ഞങ്ങൾ വിളിച്ചു പറയും, ഇങ്ങനെ വിളിച്ചു പറയും: മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല, മറ്റെങ്ങും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഈ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ നാമമുണ്ടെങ്കിൽ ഈ വിജയകുമാറിനെയും കുടുംബത്തെയും ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, കരം പിടിച്ചുയർത്തിയ ഒരേ ഒരു ദൈവം, ഏക സത്യ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ബൈബിൾ പറയുന്നു, ആ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ താങ്കളും താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഞങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ആമേൻ എല്ലാം മാറ്റം വരുത്തി. ദൈവത്തിന്റെ കൃപയാൽ, വിശ്വാസത്താൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ ജീവിതം തകർന്നിരിക്കുന്നവരാണോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാപ സ്വഭാവത്തിന് അടിമകളാണോ? ദുശീലങ്ങൾക്കോ ദുർമാർഗങ്ങൾക്കോ അടിമകളാണോ? അല്ല, ഞങ്ങൾ ഒരു കാലത്ത് തീരുമാനമെടുത്തതുപോലെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ? വേണ്ട കേട്ടോ. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു 2 കരവും നീട്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഒന്ന് യേശുവിന് സമർപ്പിക്കാൻ പറ്റുമോ? വേറൊന്നും ചെയ്യണ്ട. നേർച്ച കാഴ്ചകൾ നടത്തണ്ട, ബലിതർപ്പണങ്ങൾ നടത്തണ്ട, കാശുവാരി എറിയണ്ട, മലകൾ കയറണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങന്റെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നു. ഞാൻ വായ് കൊണ്ട് അത് ഏറ്റുപറയുന്നു. കർത്താവേ, അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ എന്നൊരു വാക്കു പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആമേൻ ഒരു പുതിയ വഴിത്താരയിലേക്ക്, ഒരു പുതിയ പാതയിലേക്ക്, ഒരു ദിശാബോധത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. ഇനി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തിലായിരിക്കാം. എന്നാൽ ഈ ദിവസങ്ങളില് ആത്മീകമായ ഒരു ക്ഷീണത്തിലാണോ ആയിരിക്കുന്നത്? ചില പ്രശ്നങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? കുടുംബത്തിനകത്ത്, തലമുറയ്ക്കകത്ത്, അല്ലെങ്കിൽ വ്യക്തിപരമായി ജോലിയിൽ, ബിസിനസ്സിൽ, ഏതെങ്കിലും നിലവാരത്തിൽ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ഇതാ പ്രിയപ്പെട്ടവരെ, ഒന്ന് ബലപ്പെടാൻ, ഒന്ന് ശക്തിപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തു പറയുവാൻ, പരിശുദ്ധ ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടിപ്പില്ലാത്തവരായി ഞാനും നിങ്ങളും കർത്താവിനെ സേവിക്കുവാനിടയാകണം. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആയതുകൊണ്ട് ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. മാത്രമല്ല, ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ ദാസി പ്രിയ ബീന തോമസ് ആൻഡി ഓർത്തും കർത്താവിന്റെ ദാസൻ കുടുംബം, ഈ
ടീമിൽ ഈ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്തും ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, നന്ദി പറയുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് വരാറായി. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു പാസ്റ്ററെ. എന്തു പറയേണ്ടതെന്ന് അറിയില്ല. തുടക്കം മുതൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓരോ സാക്ഷ്യവാചകങ്ങൾ കണ്ണ് നിറഞ്ഞൊഴുകയായിരുന്നു. ഇത് അനേകായിരങ്ങൾക്ക് ആശ്വാസമായുള്ള ഒരു സാക്ഷ്യമായി മാറട്ടെ. കർത്താവ് ജീവനുള്ള സാക്ഷ്യം ഇന്ന് കുറവുള്ള കാലഘട്ടമാണ്. ഈ ജീവനുള്ള സാക്ഷ്യം അനേകരെ ജീവിപ്പിക്കുവാൻ കാരണമാകട്ടെ. ആമേൻ. അതേ, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്ന സമയത്ത് അടികൊണ്ട് വേദനിച്ച് ഭാരപ്പെട്ട് ആയിരുന്ന അവസ്ഥയിലും ആമേൻ അവർ അവിടെ കർത്താവിനെ പാടി സ്തുതിപ്പാനിടയായി എങ്കിൽ ആമേൻ അത്ഭുതകരമായ വിധത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിലും കർത്തുദാസനെയും കുടുംബത്തെയും എന്റെ സ്വർഗം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നിത്യജീവങ്കിലേക്കുള്ള വഴി ദൂതനായി ആമേൻ വീട്ടിലേക്ക് ദൈവഭക്തന്മാരെ അയച്ചുവെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം ദൈവദാസനെ കുടുംബത്തെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് ആമേൻ അനേകരെ ജീവങ്കിലേക്ക് നടത്തുവാൻ ഒരു ദൂതവാഹിയായി ാണ്. ആമേൻ ഒരിക്കൽ പൂജാരിയായിരുന്നു, ഒരിക്കൽ ആമേൻ അമ്പലകർമ്മങ്ങൾ ചെയ്തു, ക്ഷേത്രകർമ്മങ്ങൾ ചെയ്ത് ആമേൻ നിത്യതയിലേക്ക് അനേകരെ എത്തിക്കുവാൻ ആഗ്രഹിച്ച് സ്വയം പോകുവാൻ ആമേൻ സാധിക്കാതെ ഈ സത്യത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, ഇന്ന് പകൽ വേളയെങ്കിൽ ഇനിയും അനേകർക്ക് വർത്തമാനം അറിയിക്കുവാൻ, അതേ കിഴവിക്കഥകളായിട്ടല്ല, സ്വന്തം അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ആമേൻ ജീവന്റെ വചസ്സുകൾ അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ കർത്തൃത്വത്തിനെ കുടുംബമായി എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല ആമേൻ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പൗലോസ് ശീലാസും കാരാഗൃഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി പേടിച്ചു, അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി ആമേൻ എല്ലാവരുടെയും ആമേൻ കൈകാലുകളിൽ ചങ്ങല അഴിഞ്ഞു പോയപ്പോൾ അതേ വേദന അറിയാതെ കർത്താവിനെ അറിഞ്ഞവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടെ വലിയ മിറക്കൽ സംഭവിപ്പാനിടയായെങ്കിൽ നമ്മെ കടത്തിവിടുന്ന വേദനകൾ, നാം കടന്നു പോകുന്ന ഭാരങ്ങൾ ആമേൻ ഇത് ദോഷത്തിനായിട്ടല്ല, നമ്മുടെ വേദനകൾ ചുമന്ന കർത്താവ് അനേകരെ വിടുവിക്കേണ്ടതിന് നമ്മിലൂടെ ഒരു സാക്ഷിയാക്കേണ്ടതിനാണ്. അതിനൊരു തെളിവാണ് പാസ്റ്റർ വിജയകുമാർ. ഹല്ലേലൂയ. ആമേൻ. വചനദീപ്തിയുടെ ആമേൻ അതേ ഈ കുടുംബത്തിലൂടെ ഈ ചാനലിലൂടെ ആമേൻ ഈ സാക്ഷ്യം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പ്രിയ പ്രേക്ഷകരെ, നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ആരെങ്കിലും നിരാശയിലായിരിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവം വിടിവിക്കുന്നവനെന്നുള്ള ജീവന്റെ ആമേൻ സാക്ഷ്യമാണ്. ആമേൻ ജീവന്റെ തുടിപ്പ് ആമേൻ ഉള്ളത്തിൽ ആമേൻ പൊങ്ങി വരേണ്ടതിന് ദൈവം ആമേൻ അഭിഷിക്ത വൃത്തിനെ കരങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നിത്യജീവങ്കിലേക്ക് വഴി നടത്തുന്ന ജീവന്റെ തുടിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ അനേകരിൽ എത്തിച്ചാൽ അനേകരെ നിത്യതയിലേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ വിനയമായിട്ട് നിങ്ങളോട് ആമേൻ അപേക്ഷിക്കുകയാണ്. കാരണം ആമേൻ ഇന്ന് പകൽക്കാലത്തിങ്കൽ നമുക്ക് ആമേൻ സമാധാനവും സന്തോഷവും ആമേൻ ഈ ഭൂമിയിൽ ആഗ്രഹിച്ചാൽ അത് ലഭിക്കാത്ത അനുഭവവും കാലങ്ങളുമാണ്. എന്നാൽ നിത്യതയിലേക്ക് ഒരു സമാധാനത്തിനായി ഒരുക്കുന്ന ദൈവവൈതലിനെ ഈ ഭൂമിയിലും സമാധാനം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അത് സാധ്യമായി എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് കർത്തദാസനിലൂടെ നാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ദൈവദാസനെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന് ഇത്ര അനുഗ്രഹീതമായ നിലയിൽ ആമേൻ വലിയൊരു സാക്ഷ്യമാണ്, മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യമാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുക്കമായി ഏറ്റവും മനോഹരമായ നിലയിൽ മനസ്സിലാകത്തക്ക നിലവാരത്തിലൂടെ ഞങ്ങളെ പറഞ്ഞ് ആമേൻ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഞങ്ങളോട് ഈ സാക്ഷ്യം പങ്കുവെക്കുവാൻ മനസ്സ് കാണിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യുന്നതിന് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വചനദീപ്തിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ആമേൻ വചനദീപ്തി കുടുംബത്തിന്റെ നാമത്തിലും കർത്തദാസനോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് അന്യോന്യം ഓർത്ത് പ്രാർത്ഥനയിലായിരിക്കാം. തുടർന്ന് കർത്തദാസന്റെ ശുശ്രൂഷകളെയും കുടുംബത്തെയും തലമുറകളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ആ ഭാഗം കേട്ടപ്പോൾ സ്വന്തം കൈ കൊണ്ട് വിഷം കൊടുക്കേണ്ടിയ
ആ സ്ഥാനത്ത് സ്വന്തം കൈകൊണ്ട് കുഞ്ഞുങ്ങളെ നിത്യതയിലേക്ക്, മരണത്തിലേക്ക് പറഞ്ഞു വിടേണ്ട കൈകൾ മാമൻ നിത്യതയിലേക്ക്, ജീവനിലേക്ക് കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇത് അനേക ദൈവദാസന്മാർക്ക് കൂടി ഈ സാക്ഷ്യത്തിന് മാതൃകയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾക്ക് ദൈവ മക്കൾക്ക് തന്നെ ഇതൊരു അനുഗ്രഹീതമായ സാക്ഷ്യമായി മാറട്ടെ. കർത്തദാസനെ ദൈവം അതിശക്തമായി കർത്താവിന്റെ നാൾ വരെ ആമേൻ അവന്റെ വേല തികയ്ക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയാൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷിക്ത വൃത്തിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ അത് ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ അങ്ങയുടെ കൈക്കിണങ്ങിയ ഒരായുധമാക്കി വെച്ചിരിക്കുക. ഈ സ്തോത്രം അതിശക്തമായി ഉപയോഗിക്കണമേ. വിശ്വസ്തന്മാർ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളുടെ അഭിഷിക്തനെ കരങ്ങളിൽ വഹിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ആമേൻ കർത്താവെ, ഞങ്ങളുടെ യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം ശ്രവിക്കുന്നവരുമായ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമല്ലോ. ആകിയാൽ കർത്താവെ, ഇത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ ഇടയാക്കണമേ. കർത്തദാസനെ ശക്തമായി ഉപയോഗിക്കുന്നതിന്റെ ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലകളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ അഭിഷിക്തനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു. മറാനാഥ.